യിരെമ്യാവ് അധ്യായം 41. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിൻ്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീശാമയുടെ മകനായ നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ 10 ആളുമായി മിസ്പയിൽ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ വന്നു. അവിടെ മിസ്പയിൽ വെച്ച് അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേലും കൂടെയുണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാൻ്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. മിസ്പയിൽ ഗെദല്യാവിൻ്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇശ്മായേൽ കൊന്നുകളഞ്ഞു. ഗെദല്യാവെ കൊന്നിട്ട് 2-ാം ദിവസം അതാരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശെഖേമിൽ നിന്നും ശീലോവിൽ നിന്നും ശമര്യയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരിച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരുക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട്, അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇശ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുതേ, വയലിൽ കോതമ്പ്, യവം, എണ്ണ, തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോട് കൂടെ കൊല്ലാതെയിരുന്നു. ഇശ്മായേൽ ഗെദല്യാവെയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെ എല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസാ രാജാവ് ഇസ്രായേൽ രാജാവായ ബയശാ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു. നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേൽ അതിനെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചു. പിന്നെ ഇശ്മായേൽ മിസ്പയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്പയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിൻ്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഗിബെയോനിലെ പെരിങ്കളങ്ങരെ വെച്ച് അവനെ കണ്ടെത്തി. ഇശ്മായേലിനോട് കൂടെയുണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിൻ്റെ മകനായ യോഹാനാനെയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇശ്മായേൽ മിസ്പയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞു കാരേഹിൻ്റെ മകനായ യോഹാനാൻ്റെ അടുക്കൽ ചേർന്നു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേലോ 8 ആളുമായി യോഹാനാനെ വിട്ടുതെറ്റി അമ്മോന്യരുടെ അടുക്കൽ പോയിക്കളഞ്ഞു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് കാരേഹിൻ്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെ ഒക്കെയും ഗിബെയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ഡന്മാരെയും തന്നെ അവർ മിസ്പയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദേരെ പേടിച്ചിട്ട് മിസ്രയീമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബെത്ലഹേമിന് സമീപത്തുള്ള ഗേരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ നെഥന്യാവിൻ്റെ മകൻ ഇശ്മായേൽ കൊന്നുകളക കാരണത്താൽ ആയിരുന്നു അവർ കൽദയരെ പേടിച്ചത്. അധ്യായം 42. അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിൻ്റെ മകനായ യോഹാനാനും ഹോശയ്യാവിൻ്റെ മകനായ യെസന്യാവും ആബാലവൃദ്ധം സർവ്വജനവും അടുത്തു വന്ന് യിരെമ്യാ പ്രവാചകനോട്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകൻ അവരോട്, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും. യഹോവ നിങ്ങൾക്ക് ഉത്തരമരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും.
ഒന്നും മറച്ചു വെക്കയില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവോട്, നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ കാരേഹിൻ്റെ മകനായ യോഹാനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും ആബാലവൃദ്ധം സകല ജനത്തെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. അവന് നിങ്ങളോട് കരുണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല, യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്ത് ചെന്ന് പാർക്കുമെന്ന് പറയുന്നുവെങ്കിൽ, യഹൂദയിൽ ശേഷിപ്പുള്ളവരെ, ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ചു അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നു എങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രയീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകുവാൻ മുഖം തിരിച്ചിരിക്കുന്ന ഏവരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. ഞാൻ അവർക്ക് വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിൽ ആരും ശേഷിക്കുകയോ ഒഴിഞ്ഞു പോകുകയോ ചെയ്യുകയില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ കോപവും എൻ്റെ ക്രോധവും യെരൂശലേം നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും. നിങ്ങൾ പ്രാക്കിനും സ്തംഭത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഈ സ്ഥലം നിങ്ങളിനി കാണുകയുമില്ല. യഹൂദയിൽ ശേഷിപ്പുള്ളവരെ, നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം. ഞങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ അയച്ചു. ഞാൻ ഇന്ന് അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യം ഒന്നും അനുസരിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അധ്യായം 43. യിരെമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശയ്യാവിൻ്റെ മകനായ അസര്യാവും കാരേഹിൻ്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട്, നീ ഭോഷ്കു പറയുന്നു. മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദേർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നെര്യാവിൻ്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണം എന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല. സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദാദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദ ശിഷ്ടത്തെയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ
ശാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും, യിരെമ്യാ പ്രവാചകനെയും, നെര്യാവിൻ്റെ മകനായ ബാരൂക്കിനെയും, കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്ക് അനുസരിക്കാതെ മിസ്രയീം ദേശത്ത് ചെന്ന് തഹ്പനേസ് വരെ എത്തി. തഹ്പനേസിൽ വെച്ച് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാൺകെ തഹ്പനേസിൽ ഫറവോൻ്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവൻ്റെ സിംഹാസനം വയ്ക്കും. അവൻ അവയുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും. അവൻ അന്ന് മിസ്രയീം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഞാൻ മിസ്രയീമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീ വയ്ക്കും. അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഒരിടയൻ തൻ്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിസ്രയീം ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും. അവൻ മിസ്രയീം ദേശത്ത് ബേത്ത്ശേമെശിലെ വിഗ്രഹങ്ങളെ തകർത്തു മിസ്രയീമ്യ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീ വെച്ച് ചുട്ടുകളയും.